അപ്പോൾ ഞാൻ തുടക്കം തന്നെ ഒരു കാര്യം പറയാം. ഈ വീഡിയോയിൽ ഒരു വണ്ടീനെയോ ഏതൊരു വണ്ടീൻ്റെ കമ്പനീനെയോ ഇങ്ങനെ കുറ്റം പറയുന്നതല്ല, അതിൻ്റെ ചെറിയ ചെറിയ പോരായ്മകൾ മാത്രം പറയുന്നതാണ്. അല്ലാണ്ട് അതിനെ അങ്ങ് കുറ്റം ചെയ്ത വണ്ടി ബ്രാൻഡിനെ ഇല്ലാണ്ടാക്കുന്ന പോലെ ഒന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ആ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രം എടുക്കുന്നൊരു വീഡിയോ ആണ്. അപ്പം ശരി, ഈ വീഡിയോ കണ്ട് ലൈക്കൊക്കെ ചെയ്ത് നോക്ക്. എല്ലാവർക്കും കിച്ചുസ്റ്റിക്കിൻ്റെ പുതിയൊരുലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 18 വയസ്സൊക്കെ കഴിഞ്ഞാൽ എന്തായാലും ബുക്ക് ചെയ്ത് മേടിക്കുന്നൊരു സാധനമാണ് വാഹനം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓരോരുത്തർക്കും ഓരോ പർപ്പസിനായിട്ടാണ് വാഹനങ്ങൾ എടുക്കാനുള്ളത്. ചിലവരാണെങ്കിൽ ഈ ലോഡ് എടുക്കാനൊക്കെ വാഹനങ്ങൾ എടുക്കാറുണ്ട്, പിന്നെ ചിലവർ ഡ്രൈവിങ്ങിന് മാത്രമായിട്ട്, ചിലവർ യാത്രകളൊക്കെ പോകാനായിട്ടാണ്. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ സേഫ്റ്റി കുറഞ്ഞ വാഹനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ ഒന്നാം സ്ഥാനത്തുള്ളത് നമ്മുടെ റെനോൾട്ടിൻ്റെ കൈഗറാണ്. സത്യം പറഞ്ഞാൽ ഈ വണ്ടിയിൽ സേഫ്റ്റി ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഈ വണ്ടീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ഇന്ത്യക്കാർ മൈലേജ്, പിന്നെ മെയിൻ്റെനൻസ് കോസ്റ്റ് ഇതൊക്കെ നോക്കിയിട്ടാണ് എടുക്കുന്നത്. ഇതൊക്കെ നോക്കുമ്പോൾ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം കുറവായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ റെനോൾട്ടിൻ്റെ കൈഗർ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ വിറ്റഴിക്കാൻ പറ്റൂ എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അതൊക്കെ ഇച്ചിരി കുറച്ചിട്ടാണുള്ളത്, അത് ഭയങ്കര കുറവാണ്. അതൊക്കെ തന്നെ ആയതുകൊണ്ട് തന്നെ ഇനി ക്രാഷ് ടെസ്റ്റിൽ കിട്ടിയിരുന്ന റേറ്റ് എന്ന് പറയുന്നത് എൻ്റെ അമ്മ ഭയങ്കര കുറവ് തന്നെയാണ്. കുറവെന്നല്ല, ഇല്ല എന്ന് തന്നെ പറയാം. 0 സ്റ്റാറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം അതൊരു മോശം റേറ്റിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതുള്ളത് നമ്മുടെ സാധാരണക്കാരുടെ സ്വന്തം വണ്ടിയിട്ടില്ല വാഗണാറാണ്. അപ്പോൾ വാഗണാർ എന്ന് പറയുമ്പോൾ നല്ലൊരു ഫാമിലി കാറാണ്. സാധാരണക്കാർക്ക് അഫോർഡ് അങ്ങനെയല്ലേ പറയുന്നത്, അങ്ങനെ ചെയ്യാൻ പറ്റിയ പ്രൈസിൽ പറ്റിയ വണ്ടിയാണ് വാഗണാർ. പക്ഷേ സേഫ്റ്റീൻ്റെ കാര്യത്തിൽ മാരുതി സുസുക്കി നിങ്ങൾക്കറിയാലോ, പപ്പടം എന്നാണ് വിളിക്കുന്നത്. പക്ഷേ സേഫ്റ്റീൻ്റെ കാര്യത്തിൽ ഇച്ചിരി പിന്നോട്ടാണ്. ബാക്കിയുള്ള കാര്യം ഇച്ചിരി കുറച്ച് മുമ്പോട്ടാണെങ്കിലും അതുപോലെ തന്നെയാണ് മാരുതിൻ്റെ ബാക്കിയുള്ള വണ്ടി പോലെ തന്നെയാണ് വാഗണാറിൻ്റെ കാര്യവും. സേഫ്റ്റി ഭയങ്കര കുറവ് തന്നെയാണ്. 0 സ്റ്റാറാണ് തോന്നുന്നു. 0 സ്റ്റാറോ 1 സ്റ്റാറോ ആണോന്ന് അറിയില്ല. എന്തായാലും വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പത്തെ മോഡൽ ഇച്ചിരിയും കൂടെ സേഫ്റ്റി ഉണ്ടായിരുന്നു. അതായത് 2016, 17 ആ ഒരു കാലത്തിൽ ഇറങ്ങിയ വണ്ടിക്ക് ഇച്ചിരിയും കൂടെ സേഫ്റ്റി ഉണ്ടായിരുന്നു. എന്തായാലും മോശം സേഫ്റ്റിയാണ് വാഗണാറിനും. നമ്മുടെ ലിസ്റ്റിൽ 3-ാം സ്ഥാനം വരുന്നത് നമ്മുടെ സ്വന്തം അൾട്ടോ ആണ്. വാഗണാറിനേക്കാളും ഫാമിലി യൂസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. കാരണം ഏകദേശം 3 ലക്ഷം, ഇപ്പോഴത്തെ വണ്ടിക്ക് 4 ലക്ഷമാണെന്ന് തോന്നുന്നു. ഇപ്പം എന്തായാലും ഒരു 3 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വില വരുന്നതിൽ ഏറ്റവും നല്ലൊരു വണ്ടിയാണ്. പക്ഷേ അതായത് ഫാമിലി യൂസ് എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് നല്ല സാധാരണക്കാരന് പറ്റിയ വണ്ടിയാണ്. കാരണം എൻ്റെ ഈ ഫാമിലി വരെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വണ്ടി ആൾട്ടോയാണ്. പക്ഷേ ഇതിൻ്റെ സേഫ്റ്റിയും അതുപോലെ തന്നെയാണ്. ഒരു റേറ്റിങ്ങും ഒന്നുമില്ല. ഭയങ്കര കഷ്ടമാണ് ഇതിൻ്റെ സേഫ്റ്റി എന്ന് പറയുന്നത്. കാരണം ജസ്റ്റ് ഒരു തട്ട് മതി ബോഡിക്ക് ഡാമേജ് ഉണ്ടായി. നമ്മൾ ചില വീഡിയോയിലകത്ത് കണ്ടിട്ടുണ്ട്, ചെറിയ തട്ടുമുട്ടിൻ്റെ ആക്സിഡൻറ്റ് പോലും ഒരു വലിയൊരു 100 കിലോ വന്ന് അടിച്ച എഫക്റ്റാണ് വണ്ടിക്കുള്ളത്. അപ്പോൾ മാരുതിനെ പറ്റി പറയുകയാണെങ്കിൽ പഴയ വണ്ടിക്കാന്ന് തോന്നുന്നു ഇച്ചിരിയും കൂടെ സേഫ്റ്റി കൂടുതൽ. ഇപ്പോഴത്തെ വണ്ടിക്ക് മൈലേജ് കൂട്ടാനായിരിക്കാം, മേ ബി അറിയില്ല. അപ്പോൾ മാരുതി സുസുക്കി ആൾട്ടോ 800-നും മോശം സേഫ്റ്റി തന്നെയാണ് കാണുന്നത്. 4-ാം ലിസ്റ്റിലുള്ളത് അത്യാവശ്യം കുറച്ച് സേഫ്റ്റിയിലെ ആളാണ്. അതായത് കമ്പാരിറ്റീവ്ലി ഇവരെ ബാക്കിയില്ല വണ്ടീനെ, ഇപ്പം നമ്മൾ മേലോട്ട് കണ്ട വണ്ടീനെ വെച്ച് നോക്കുമ്പോൾ ഇതിന് അത്യാവശ്യം സേഫ്റ്റി ഉണ്ട്. പക്ഷേ ഇതിൻ്റെ സെഗ്മെൻറ്റിലെ വണ്ടീനെ വെച്ച് നോക്കുമ്പോൾ ഇതിന് സേഫ്റ്റി ഭയങ്കര കുറവാണ്. ഞാൻ ഇതുവരെ വണ്ടീൻ്റെ പേര് പറഞ്ഞില്ല. ഇതും റെനോൾട്ടിൻ്റെ വണ്ടി തന്നെയാണ്. റെനോൾട്ടിൻ്റെ ഡസ്റ്ററാണ്. ഡസ്റ്ററിന് 2 സ്റ്റാർ ആണെന്ന് തോന്നുന്നു. പക്ഷേ അത് നല്ലൊരു റേറ്റ് അല്ല. പക്ഷേ നേരത്തെ വണ്ടീനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം സേഫ്റ്റി ഉണ്ട്. എൻ്റെ ആദ്യത്തെ വിചാരം ഇത് നല്ല സേഫ്റ്റി ഇല്ല വണ്ടിയായിരുന്നു എന്ന്. അത് ഞാൻ കുറച്ച് നാൾ മുമ്പ് വരെ വിചാരിച്ചത്. പിന്നെയാണ് ഇതിൻ്റെ ക്രാഷ് ടെസ്റ്റ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ശരിക്കും പറഞ്ഞാൽ ക്രാഷ് ടെസ്റ്റിൽ വലിയ കാര്യമൊന്നുമില്ല. ക്രാഷ് ടെസ്റ്റിൽ കുറേ വണ്ടികൾ നല്ല ഇതാക്കിയിട്ടുണ്ടെങ്കിലും ആ വണ്ടി റോട്ടിൽ വന്ന് അതിൻ്റെ സ്വഭാവം കാണിക്കുമ്പോൾ അത്ര ക്ലിയർ അല്ല അതിൻ്റെ ബോഡി ക്വാളിറ്റി, സേഫ്റ്റി. എന്നാലും ഡസ്റ്ററിൻ്റെ ബോഡി ക്വാളിറ്റിയും വളരെ മോശമാണ്. നമ്മുടെ 5-ാം ലിസ്റ്റ് ലാസ്റ്റ് ആളാണ് നമ്മുടെ എല്ലാവരുടെയും സ്വന്തം സ്വിഫ്റ്റ്. മാരുതി സുസുക്കി സ്വിഫ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്വിഫ്റ്റിൻ്റെ ഫസ്റ്റ് ജനറേഷൻ അടിപൊളി സേഫ്റ്റി ആയിരുന്നു. അടിപൊളി എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങേ ലെവൽ മറ്റേ ടാറ്റ പഞ്ചിൻ്റെ ലെവലൊന്നും വിചാരിക്കരുത്. എന്നാൽ ഇതിന് വെച്ച് നോക്കുമ്പോൾ നല്ല സേഫ്റ്റി ആയിരുന്നു ഫസ്റ്റ് ജനറേഷന്. സെക്കൻഡ് ജനറേഷൻ അതുപോലെ തന്നെയായിരുന്നു. മറ്റേ 2017 വരെ ഇറങ്ങിയ വണ്ടി അടിപൊളിയായിരുന്നു. 17 ഈ ഫേസ് ലിഫ്റ്റ് വന്നപ്പോഴാണ് ഈ ഒരു സ്വിഫ്റ്റിൻ്റെ ഒരു
ലൈഫിൽ ഈ ഒരു സ്വിഫ്റ്റിനാണ് 3rd ജനറേഷനാണ് ഏറ്റവും കൂടുതൽ സേഫ്റ്റി കുറഞ്ഞത്. ഇനി 4th ജനറേഷൻ ഇറങ്ങുന്നുണ്ട്, അതിന് ഇച്ചിരി വെയിറ്റ് കൂടുന്നതെന്നാണ് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത്. വണ്ടിക്ക് ഇച്ചിരി 998 കിലോ എന്ന് നേരെ 1000 എത്രയോ ആകുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ 3 ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ 4 ഇറങ്ങുന്നത് 4 ഏറ്റവും ഇഷ്ടപ്പെട്ട 2nd ജനറേഷനാണ്. കാരണം അതിൻ്റെ ആ ഒരു എൻജിൻ പവർ ഇപ്പോഴത്തെ സ്വിഫ്റ്റിന് കിട്ടുന്നില്ല, ആ ഒരു ബോഡി ക്വാളിറ്റിയും. അപ്പോൾ ടാറ്റ ബൈ ബൈ, സ്വിഫ്റ്റിനും വളരെ മോശം സേഫ്റ്റിയാണ്. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോ കാണണമെങ്കിൽ, ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണണമെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. നമ്മളൊരു വണ്ടിനെയും കുറ്റം പറഞ്ഞില്ല, അതിൻ്റെ സേഫ്റ്റിനെ പറ്റി പറഞ്ഞാണ്. ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഈ വണ്ടി പുലി കുട്ടികളാണ്. അപ്പം ടാറ്റ ബൈ ബൈ.